നടപടികൾ സ്വീകരിക്കാൻ ഇനി ഒരു കാരണവശാലും മടിക്കരുത് എന്നാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് നടത്തുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ഇത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ്. അതിനൊരു സാങ്ക്ടിറ്റി ഇന്ത്യ കാണുന്നുണ്ട് ഈ ഇലക്ഷനിൽ. ഇപ്പോൾ ആ സാങ്ക്ടിറ്റി എന്നതിലുള്ള ഡയറക്റ്റ് അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ പീരീഡ് ഞങ്ങളത് 13 ഈവൻറ്റ്സുകൾ എഴുതി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും. അത് ഓരോന്നും ഇത് ഒരൊറ്റ ഭരണപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് ഒരൊറ്റ ആക്ഷനും ഇല്ല. എല്ലാം പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരായി. ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നീതിപൂർവമായ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഇത് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. സാധാരണഗതിയിൽ പോലീസ് അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്റ്റ് കൺട്രോളുണ്ട്. DGP അവർ മാറ്റാറുണ്ട്, ഹോം സെക്രട്ടറിമാരെ മാറ്റാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് കൂടി മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും CBIയുടെയും അതുപോലെ EDയുടെയും ഓഫീസർമാരെ മാറ്റാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല? അവർ നീതിപൂർവമായി ചെയ്യുന്നില്ല എന്ന് ഉറപ്പായിട്ട് വൺ സൈഡായിട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള ആക്ഷൻ ഉപയോഗിക്കുന്നില്ല? അപ്പോൾ അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. EDയും CBIയും അതുപോലെ തന്നെ ഇൻകം ടാക്സും പോലെയുള്ള സെൻട്രൽ ഏജൻസികളും ഇലക്ഷൻ കമ്മീഷൻ്റെ പെർവ്യൂവിൽ വരണം, അവരുടെ ആക്ഷൻ പെർവ്യൂവിൽ വരണം, അതിന് കൺട്രോൾ ഉണ്ടാകണം. അവരുടെ സ്ഥലം മാറ്റമടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യാനുള്ള അധികാരം ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിഷ്പക്ഷവും നിർഭയവുമായ ഇലക്ഷൻ നടത്താൻ ഒരു നടപടി എടുക്കാൻ തയ്യാറാകണമെന്നാണ്. അതിനാണ് ഞങ്ങൾ ഇന്ത്യ അലയൻസിൻ്റെ എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് ഇത് ചെയ്തിരിക്കുന്നത്.